guys, welcome back to my YouTube channel. It's me, Anaga. ഒരുപാട് ദിവസമായി നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ലോങ് വീഡിയോ ഇടാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് മാനസികമായിട്ടും അതുപോലെ വേറെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടിലും ദുരന്ത കഥകൾ തന്നെയാണല്ലോ വരുന്നുള്ളൂ. നേരം പുലർന്നു കഴിഞ്ഞാൽ നമ്മൾ പല പല പ്രയാസങ്ങൾ മാത്രമേ കേൾക്കാറുള്ളൂ. അപ്പം അങ്ങനെ ഓരോരോ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുമ്പോൾ നമുക്കതിനൊന്നിനും താല്പര്യം തോന്നാറില്ലല്ലോ. നമ്മളും ഇപ്പോൾ വയനാട്ടിലെ പ്രശ്നങ്ങളുള്ള കഥകൾ രാവിലെ മുതൽ ന്യൂസിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രയാസങ്ങൾ എത്രത്തോളം അവർ ഈ ഒരു സമയത്ത് മാനസികമായിട്ട് തളർന്ന് നിൽക്കുന്നുണ്ട്, മറ്റുള്ളവർ ചേർത്ത് പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ നമ്മളതിലങ്ങനെ അങ്ങോട്ട് വേറൊരു താല്പര്യമില്ലാതെ അതിലങ്ങനെ അങ്ങോട്ട് പ്രയാസപ്പെട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറേ ദിവസമായിട്ട് ഒരു വീഡിയോയോ ഒന്നിനും വരാറില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ശ്രീകുട്ടി ഒരു ഷോർട്സ് ഇടുന്നുണ്ട് എന്നുള്ള അത് നമ്മുടെ ചാനലിലൂടെ അനുവിനെ എന്നും എല്ലാവരും ഓർക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ശ്രീകുട്ടി ഇടയ്ക്കാവുള്ള സമയത്തിനനുസരിച്ച് ചെയ്യും. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിരുന്നു. നമ്മുടെ അനുവിൻ്റെ ജീവിതകഥ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ അവളുടെ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഒരുവിധം എല്ലാവർക്കും ഇപ്പം വീഡിയോ കണ്ടവരും പോലും ആദ്യം മുതലുള്ള എല്ലാ കാര്യങ്ങളും ചാനലിലൂടെ അവളെക്കുറിച്ചിട്ട് ഒക്കെ മനസ്സിലാക്കി വന്നവരാണ്. അറിയാത്തവർ ഇപ്പോഴും കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട്. അതൊക്കെയെന്ന് പറയുമ്പോൾ നമ്മൾ സ്നേഹത്തോടെ നമ്മളടുത്ത് ഇപ്പോഴും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നവർ തന്നെയാണ്. അങ്ങനെ അവളുടെ ചാനലിലൂടെ കണ്ടറിഞ്ഞ കഥകൾ വെച്ചിട്ട് ആണോ എന്നറിയില്ല, എന്തായാലും നമ്മുടെ ശ്രദ്ധയിൽ ഒരു യൂട്യൂബ് ചാനലിൽ കുറച്ച് കഥ ഇതേപോലെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മളൊക്കെ യൂട്യൂബ് ചാനൽ കാണുന്നവരാണ്, പല പല വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും. നമ്മളും ഇതുപോലെ ഒരു വീഡിയോ നിമിത്തം പോലെ ഞങ്ങളും കണ്ടു. ഞങ്ങൾ കണ്ട സമയത്ത് നമുക്ക് അനഘയുടെ അച്ഛനാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അനുവിൻ്റെ അച്ഛൻ കണ്ട സമയത്ത് അത് ആരുടെ വീഡിയോ എന്താണെന്നൊന്നും അറിയില്ല, അപ്രതീക്ഷിതമായിട്ട് ഒരു നിമിത്തം പോലെ കണ്ടതാണ്. ഇന്ന് വരെ അവരെ ചാനൽ കണ്ടിട്ടില്ല, പക്ഷെ അന്നൊരു ദിവസം കാണുകയും ചെയ്തു. കണ്ടത് നമ്മുടെ കഥ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ അനു ജീവിച്ചതും അനു ഓടി നടന്നതും, പക്ഷേ അനു ഓടി നടന്നിട്ടുണ്ടെങ്കിലും ശാരീരികമായി അവൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മാനസികമായിട്ട് നമ്മളൊക്കെ ആ ഒരു ഓട്ടം തന്നെ ആയിരുന്നല്ലോ. ഈ 1.5 വർഷം നമ്മൾ ഓടി തന്നെയായിരുന്നു. തളർന്ന് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും നമ്മൾ പാടില്ല, ഓടിയും കൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ അവസാനം ഈ 1.5 വർഷത്തിന് ശേഷം അവസാനം വട്ടപൂജ്യത്തിൽ എത്തി നിൽക്കുന്ന ആ ഒരു കഥ ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരാൾ നിന്ന് ഒരു കൂസലുമില്ലാതെ പറയാമെന്ന് പറയുമ്പോൾ ആർക്കും പറയാം. പക്ഷേ അത് അവിടെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതൊന്നും ചെയ്യാതെ ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ പെട്ടെന്ന് നിങ്ങൾ പറയാമെന്ന് പറയുമ്പോൾ നമുക്കത് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി, ഭയങ്കര പ്രയാസം. ഞങ്ങൾക്കത് ഉൾക്കൊള്ളാനേ പറ്റിയില്ല. അപ്പോൾ അനുവിനെ പറ്റിയിട്ട് നിന്നിങ്ങനെ പറയുന്നൊരു വീഡിയോ ഞങ്ങളെ കണ്ണിൽ പെട്ടു. അങ്ങനെ അതിൽ അവൾ സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങൾ, ഹോസ്പിറ്റലിൽ കാണിച്ചത്, പ്രാണി കടിച്ചതൊക്കെ ഉണ്ട്. ആ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഇത് അനഘയുടെ സ്റ്റോറി അല്ലേ, അനഘയുടെ സ്റ്റോറി എന്തിനാണ് നിങ്ങൾ പറയുന്നത്, അത് അനഘയുടെ ഇറ്റ്സ് മീ അനഘ എന്നുള്ള ചാനലിൽ ആ കുട്ടി പറയുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ കമൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടവർ തന്നെയാണ് അതിൽ കമൻ്റ് ഇട്ടുള്ളത്. ആ കമൻറ്റ് കണ്ടിട്ടാണ് അനുവിൻ്റെ അച്ഛൻ ഇത് വീഡിയോയിലേക്ക് എത്തിയതും ഒക്കെ കൂടെ നോക്കി നോക്കുമ്പോഴാണ് ഇത് അനുവാണ് ഞങ്ങൾക്ക് ഉറപ്പായി, അനുവിൻ്റെ കാര്യം തന്നെയാണ് മനസ്സിലായി. അങ്ങനെ ഞാനും കമൻ്റ് ഇട്ടുണ്ടായിരുന്നു. ഞാനും കമൻ്റ് ഇട്ടത് അനുവിൻ്റെ കഥയാണ്, ഇത് അനഘയുടെ അമ്മയാണ് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ കമൻ്റ് ഇട്ടത്. അനഘയുടെ കഥ പറയുന്നത് എങ്ങനെ കിട്ടി, എവിടുന്ന് കിട്ടി, എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിശദീകരിച്ച് പറയണം. അതല്ലെങ്കിൽ ഇത് അനഘയല്ലെങ്കിൽ ആരാണെങ്കിലും അവരുടെ വ്യക്തമായ തെളിവ് കൊണ്ടുതരണം. അതല്ല എന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്, ഞാൻ കേസ് കൊടുക്കാൻ തന്നെ ലീഗലായിട്ട് മുന്നോട്ട് പോകാനാണ് നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ കമൻ്റ് ഇട്ടത്. പക്ഷെ അവർ റിപ്ലൈ ഒന്നും തന്നില്ല. അങ്ങനെ കഥയിൽ ആയിഷക്കുട്ടി എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്, അനഘ എന്നല്ല, ആയിഷക്കുട്ടി എന്നാണ് പേര്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ സംശയങ്ങൾ. നമ്മൾ യാതൊരു ഐഡൻറ്റിഫിക്കേഷനും ഇല്ല, സ്ഥലം ഒന്നുമില്ല, പേരൊക്കെ മാറ്റിയിട്ടുണ്ട്, പേര് മാറ്റിയിട്ടുണ്ട്. പിന്നെ ആയിഷക്കുട്ടി എന്നുള്ള പേര് അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു നോക്കുമ്പോൾ നമുക്കവിടെ ഒന്നുമില്ല, നമ്മൾക്ക് അനഘ എന്നുള്ളൊരു സ്പെസിഫൈ ചെയ്യാൻ ഒന്നുമില്ല അവിടെ. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഭയങ്കര സംശയം വന്നത്. അങ്ങനെ ഞങ്ങൾ ഇവരെ സ്ഥലപ്പേര് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവരെ സ്ഥലം കേട്ടു, അങ്ങനെ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് നമ്പർ കിട്ടി, കോൺടാക്ട് നമ്പർ കിട്ടി. അപ്പോൾ അവളെ അച്ഛൻ നേരിട്ട് വിളിച്ചു. ആദ്യമൊന്നും എടുത്തില്ല, പിന്നീട് എടുത്ത സമയത്ത് അച്ഛനാണെന്ന് പറഞ്ഞില്ല. കാരണം ഇവിടുത്തെ ഈ സ്ഥലം, ഈ കുട്ടി എവിടുത്തെയാണിത്, യഥാർത്ഥത്തിലുള്ളൊരു കുട്ടിയാണോ എന്നാണ് നമുക്കത് അറിയേണ്ടത്. വേറെ കുട്ടിയോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം അനുവിന് മാത്രമല്ലാതെ വേറൊരു കുട്ടിക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നമുക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതൊന്ന് അച്ഛനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫോൺ കട്ട് ചെയ്താലോ. അപ്പോൾ പിന്നെ നേരിട്ട് ചോദിക്കാനും വേറൊരാൾ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അവരൊന്ന് കാസർഗോഡുള്ളൊരു കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, ഇങ്ങനൊരു അനഘ എന്ന് പറഞ്ഞ കുട്ടിക്കും ഇതേ കഥ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇതേ ജീവിതകഥ ഉണ്ടായിട്ടുണ്ടല്ലോ, കമൻറ്റിലൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെന്താ റിപ്ലൈ കൊടുക്കാത്ത വെച്ചപ്പോൾ അങ്ങനെ എത്രയോ ആൾക്കാരുണ്ടാവും. അനഘയുടെ എന്താ അത്ര ഉറപ്പ്, അനഘയ്ക്ക് മാത്രമല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ, ഈ കമൻറ്റ് ഇട്ടവർക്കൊന്നും റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല എന്നുള്ളത് റഫായിട്ടാണ് സംസാരിച്ചത്. അങ്ങനെ പിറ്റേ ദിവസം അത് അവിടെ ക്ലോസ് ചെയ്തു. പിന്നെ
പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ഒരു 12 മണിക്ക് നോക്കുമ്പോൾ വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, വീഡിയോ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ആർക്കും പിന്നീട് വീഡിയോ കാണാൻ പറ്റുന്നില്ല. നമ്മൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത വീഡിയോ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഈ കോള് ചെന്നപ്പോൾ അതാരാണ് എന്താണെന്നുള്ളൊരു ചോദ്യം ചെന്നപ്പോൾ അവർ പേടിച്ചു. പിന്നെ എൻ്റെ ഒരു കമൻറ്റ് അതിലുണ്ടായിരുന്നു, ലീഗലായിട്ട് മുന്നോട്ട് പോകാൻ നിൽക്കുന്ന കമൻറ്റ് കൂടി കണ്ടപ്പോൾ അവർ എന്തൊക്കെയോ ഒരു പേടി വന്നിട്ടുണ്ടായിരിക്കാം, വീഡിയോ ഹൈഡ് ചെയ്ത് വെച്ചു. ഹൈഡ് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് തോന്നി അത് എന്തോ ഒരു ഉടായ്പ ഇതിലുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അവരെ കോൺടാക്ട് ചെയ്തു. വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല, അങ്ങനെ മെസ്സേജ് ചെയ്തു, വാട്സപ്പിൽ മെസ്സേജ് ചെയ്തപ്പം അവർ റിപ്ലൈ തന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ റിപ്ലൈ തന്നപ്പോൾ അവർ പറഞ്ഞു ഞാൻ അനഘയുടെ അമ്മയാണ്, ഇത് ആ സ്റ്റോറി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ആരാണ് എന്താണെന്നുള്ളത് വ്യക്തമായ തെളിവ് നിങ്ങൾ പറഞ്ഞു തരണം. അത് അനഘ അല്ലെങ്കിൽ അത് ആരാണ്? ഈ ആയിഷക്കുട്ടി എന്ന് പറഞ്ഞൊരു കുട്ടിയില്ല, എനിക്കറിയാം ആയിഷക്കുട്ടി അല്ലാതെ. ഇത് അനഘയുടെ പച്ചയായ ജീവിതം എടുത്ത് നിങ്ങൾ 10 മിനിറ്റ് നിന്ന് പ്രസംഗിച്ചതാണ്. പക്ഷെ അതെനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ ഞാൻ അനഘയുടെ അമ്മയെന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നൊരു അർത്ഥമില്ല. അതുകൊണ്ട് എനിക്കത് തെളിയിക്കണം, നിർബന്ധമാണത്. അല്ലെങ്കിൽ ഞാൻ കേസിന് പോകും, നിർബന്ധമായിട്ടും എനിക്കത് തെളിയിച്ച് കിട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു അത് കാസർഗോഡുള്ളൊരു കുട്ടിയാണെന്നൊക്കെയാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് വ്യക്തമായി പറഞ്ഞു, മനോരമ ഓൺലൈനിൽ നമ്മളൊരു ഫീച്ചർ ഉണ്ടായിരുന്നല്ലോ അതിനെ കുറിച്ചിട്ട്, അത് കണ്ടിട്ട് അത് നിന്ന് തുറന്ന് പറഞ്ഞു മനോരമയിൽ കണ്ടതാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു മനോരമയിൽ കാണാം, കുഴപ്പമില്ല, അതെല്ലാവർക്കും വായിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അത് അങ്ങനെ അതിൽ നല്ലൊരു മാധ്യമമാണത്. അതിലൂടെ പ്രസിദ്ധീകരിക്കണമെങ്കിൽ തന്നെ അവരെൻ്റെ പെർമിഷൻ ചോദിച്ചിട്ടാണ് അവരെ ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ ആ ഒരു മാന്യത കൽപ്പിച്ചില്ലല്ലോ. കാരണം മനോരമയിൽ കണ്ടു ഒരു കഥ നിന്ന് നിങ്ങളിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒരാളുടെ പച്ചയായ ജീവിതം, വെറുതെ ഒരു സ്കിറ്റല്ല അത് പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അത് സ്കിറ്റല്ല, അതൊരു പച്ചയായ ജീവിതമാണ്. ആ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഓടി നടന്ന വ്യക്തികളാണ് ഞങ്ങളിപ്പോൾ വട്ടപൂജയായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഇന്നും മനുവിൻ്റെ അച്ഛനും അമ്മയായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതിന് വ്യക്തമായ തെളിവ് നിങ്ങൾ തരുന്നേ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് പിന്നെ ഒന്നും പറയില്ല, അവരാകെ പ്രയാസത്തിലായി. കാരണം ഇങ്ങനെ ഒരു തെറ്റ് ചൂണ്ടിത്തഎന്താ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. അവർക്ക് വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചത് അത് ചെയ്തത് തന്നെ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എന്തൊരു തെറ്റുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്ത ഒരാൾക്ക് അത് വീഡിയോ ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതെനിക്ക് മനസ്സിലായി എന്നവർക്ക് ഞാൻ തുറന്നു പറഞ്ഞു. പിന്നെ അവർക്ക് ഇനിയിപ്പോൾ ആകെ ഒരു കാര്യമുള്ളത് ഇത് കറക്ഷനാണ്. ഇത് ആയിഷക്കുട്ടി ആയിരുന്നില്ല, ഇത് അനഘയായിരുന്നു എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും പറയണം, ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞു. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കേസായിട്ട് പോവാം. അങ്ങനെ കുറേ ദിവസം ഞങ്ങൾ കാത്തിരുന്നു. അവർ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു, വീഡിയോ ചെയ്തില്ല. അതിന് 2 ദിവസം കൊണ്ട് 4 ലക്ഷം വ്യൂവേഴ്സൊക്കെ ആയിരുന്നു. അവരെവിടെ കിടക്കുന്ന ഒരു ആയിഷക്കുട്ടി എന്നുള്ളൊരു കഥയും പറഞ്ഞിട്ട് എല്ലാവരും അത് കേട്ട് വിശ്വസിച്ചിരിക്കുക. പക്ഷേ ഇപ്പുറത്തുള്ള അനഘ സ്ട്രഗിൾ ചെയ്തതും അനഘ എന്ന വ്യക്തി അത് ചെറിയൊരു കാര്യമല്ല. അനു ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന എല്ലാവരും മനസ്സിലുള്ള അനു വെറും ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടല്ല അനു നിന്നിട്ടുള്ളത്, നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പം അങ്ങനത്തെ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് കറക്റ്റായിട്ട് അവരെ സൂചിപ്പിക്കുക വേണം, ഇങ്ങനത്തെ ഒരാളായിരുന്നു എന്നുള്ളത്. ഈ 4 ലക്ഷം പേരും അറിയണം ഇങ്ങനൊരു ആയിഷക്കുട്ടിയല്ല, ഇത് അനഘ തന്നെയാണെന്നുള്ളത് നിങ്ങൾ തിരുത്തി കൊടുക്കണം. പിന്നെ അതുമല്ല, മറ്റുള്ളവരുടെ സ്റ്റോറി പച്ചയായ ജീവിതം പറയണമെങ്കിൽ അവരെ പെർമിഷൻ വേണം, നിർബന്ധമാണത്. പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും പറയാൻ പാടില്ല. ഞാനത് അവരുടെ അടുത്ത് പറഞ്ഞു, പെർമിഷൻ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഉണ്ടാവില്ല. നമ്പർ കിട്ടാൻ ഒരുപാട് നമ്പർ വേണമെന്നില്ല. ഇന്നിപ്പോൾ കോൺടാക്ട് ചെയ്ത് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ പബ്ലിഷ് ചെയ്യാൻ, അവർക്ക് നിന്ന് പറയാൻ പറ്റുള്ളൂ, ഒരു വീഡിയോ ചെയ്യാൻ പാടുള്ളൂ. വേറെ ആരുടെ എന്തോ കഥയല്ല അത്. അല്ലെങ്കിൽ അവർ പറയണം മനോരമയിൽ ഇങ്ങനെ ഒരു കഥ കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും പരാമർശിക്കണം. അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തെറ്റന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അവർ ഇന്നലെ വരെ നമ്മൾ നോക്കുന്നുണ്ട്, പല വീഡിയോ ഇടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു കാര്യം അവർ കറക്റ്റ് ചെയ്യുന്നില്ല. കറക്ഷൻ അല്ലാണ്ട് ഇതിന് യാതൊരു സാധ്യതകളും നിങ്ങളുടെ ഭാഗത്തുനിന്നില്ല എന്നു. അങ്ങനെ ഇന്നലെ ഞാൻ വീണ്ടും മെസ്സേജ് ചെയ്തു. ഇന്നലെ ഞാൻ വാർണിംഗ് ആയിട്ടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് ക്ഷമിച്ചിരിക്കാൻ പറ്റില്ല, തീർത്തും പറഞ്ഞു ഞാൻ ക്ഷമിച്ചിരിക്കാൻ പറ്റില്ല. കാരണം അനു എന്താണെന്നുള്ളത് അനുവിനെ ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അനുവിനെക്കുറിച്ച് പറയാൻ നിങ്ങളുടെ ചാനൽ ഉപയോഗിക്കേണ്ട. നിങ്ങളുടെ ചാനലിലൂടെ അനു അറിയപ്പെടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. അവർ അച്ഛനും അമ്മയുടെയും പെർമിഷൻ ഇല്ലാതെ പറഞ്ഞു പോയത്. ക്ഷമിക്കുക എന്നുള്ളൊരു വാക്ക് നിങ്ങൾ പറയാതെ 1-2 മിനിറ്റിൻ്റെ വീഡിയോ പറഞ്ഞാൽ മതിയാണ്. അങ്ങനെ ഇന്ന് അവർ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലും അവർ നൈസായിട്ട് അവരെ നല്ല രീതിയിൽ പോളിഷ് ചെയ്തിട്ട് തന്നെ സംസാരിച്ചിട്ടുള്ളതൊക്കെ കുഴപ്പമില്ല. പക്ഷെ അവർ പറഞ്ഞു. അപ്പം ഇതുപോലെ അന്ന് ഇവരുടെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ മെസ്സേജ്, പിന്നെ ഡയറക്റ്റ് നമ്മളെ അറിയുന്നവരൊക്കെ എന്നെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തിട്ട് കുറേ ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായി, നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ ചുറ്റിലും, അല്ലേ? നമ്മൾ അനുവിനെ അറിയാത്തവരാരുമില്ല. അനുവിനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുക, ഇപ്പോഴും ജനങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ അവർക്ക് പോലും വിഷമമുണ്ട്. അനുവിൻ്റെ കഥ ഒരാൾ 10 മിനിറ്റോളം നിന്ന് ഒരു പ്രശ്നമില്ലാതെ അവർ വെറുതെ അത് പറയുക. അങ്ങനെ പറയുകയെന്ന് പറയുമ്പോൾ സിനിമ കണ്ട കാര്യങ്ങളൊന്നും അല്ലാതെ, ഒരു സിനിമയൊന്നും അല്ലാതെ പച്ചയായ ജീവിതമാണ്. ആ ജീവിതം നിന്നിട്ട് 10 മിനിറ്റോളം നിന്നിങ്ങനെ പറയുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് പോലും പ്രയാസം ഉണ്ടെങ്കിൽ എൻ്റെയും അവളെ അച്ഛൻ്റെയും അവളെ അനിയത്തിൻ്റെയും പ്രയാസം എത്ര ഉണ്ട് നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കും.
പിന്നെ അവളുടെ പാരൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നതിൽ എന്തായാലും അർത്ഥമില്ല, ഇതൊക്കെ നമ്മൾ തെറ്റ് ചൂണ്ടിക്കാണിക്കണ്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ എവിടെന്നെങ്കിലും നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ അടുത്ത് കമൻറ്റിലൂടെയെങ്കിലും നിങ്ങൾ അറിയിക്കണം. ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ അതുപോലെ മനോരമയിൽ അവളുടെ സ്റ്റോറി പബ്ലിഷ് ചെയ്ത സമയത്ത് 2 ഇൻ്റർവ്യൂ അനുവിൻ്റെ നേരിട്ട് ചെയ്തതാണ്. പക്ഷേ പിന്നീട് അവർ പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് അനുവിൻ്റെ വിവരം അറിഞ്ഞ വഴിക്ക് അവർക്കത് പബ്ലിഷ് ചെയ്യാൻ താല്പര്യമില്ലാതെ അവർ എന്ത് ചെയ്യണം എന്നറിയാതെ ഉള്ള സമയമായിരുന്നു. പിന്നീട് അവർ എന്നെ വിളിച്ചു, ഒരു മാസത്തിന് ശേഷം അവർ എന്നെ വിളിച്ച് എൻ്റെ പെർമിഷൻ ചോദിച്ച കഥ. പിന്നീടും അവളുടെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അത് എൻ്റെ ഇൻ്റർവ്യൂയിലൂടെ കംപ്ലീറ്റ് ആക്കിയിട്ട് എൻ്റെ അനുവാദത്തോടു കൂടി മാത്രം അവർ പബ്ലിഷ് ചെയ്തത്. എന്ത് കാര്യവും അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്കറിയാലോ, ജോഷ് ടോക്കിൽ വരെ അനുവിനെ വിളിച്ചു, ഞാൻ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെയൊക്കെയാണ് അവർ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ടെലികാസ്റ്റ് ചെയ്യുന്നത് എന്നാ വേണ്ട, എല്ലാ കാര്യവും അവർ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒരു മാന്യതയാണ്. എല്ലാവരും അതെ മാന്യമായി നമ്മളടുത്ത് പെരുമാറിയിട്ട് എല്ലാ കാര്യവും ചെയ്യുന്നത്. ഇപ്പോഴും ഒരുപാട് ചാനലുകാർ വിളിക്കുന്നുണ്ട് ഈ അനുവിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി കുറേ പേര് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം അവർ സമ്മതം ചോദിക്കുകയാണ്. ഇവർ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് നിന്നിട്ട് എന്തെങ്കിലും പറയും. ഇപ്പോൾ ഇയാളുടെ വീഡിയോ കാണുന്നത് കംപ്ലീറ്റ് ഇപ്പോൾ ടി വി ന്യൂസ് എന്താണോ അത് നിന്ന് പറയാം. അപ്പോൾ ടി വിയിൽ കാണുന്ന കാര്യങ്ങൾ നിന്നിങ്ങനെ പറയുന്നൊരു വ്യക്തി, അത് ടി വിയിൽ നടക്കുന്നത് പൊതുസമൂഹത്തിന് അറിയാം. പക്ഷെ അതുപോലല്ല ഇത് പറയുമ്പോൾ നമ്മുടെ ജീവിത കഥകൾ നമ്മൾ വേറൊരാൾക്ക് പറയണമെങ്കിൽ പെർമിഷൻ വേണം, നിർബന്ധമാണ്. പെർമിഷൻ ഉണ്ടെങ്കിൽ തന്നെ പറയുന്നത്, അല്ലാത്ത കാര്യങ്ങളൊക്കെ കേസിന് പോകാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അതവർ മനസ്സിലാക്കി, നമ്മളത് പോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ പേടിച്ചു, അവരത് വീഡിയോ ഹൈഡ് ചെയ്ത് വെച്ചു. പിന്നീട് ഇപ്പോൾ ഇന്ന് തെറ്റ് തിരുത്തി. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് എന്തായാലും പറയണത്, കുറച്ച് ദിവസമായിട്ട് ഈ ഒരു സ്ട്രഗിളായിരുന്നു ഞങ്ങൾക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷണങ്ങൾ, ഇവരെ തേടി പിടിക്കൽ, ഇങ്ങനെ ഒരുപാട് മാനസിക പിരിമുറുക്കം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അങ്ങനെ പോകുമായിരുന്നു. അപ്പം നിങ്ങളടുത്ത് ഞാൻ പിന്നീട് പറയണത്, പ്രത്യേകിച്ച് പറയുന്നത്, എവിടെ എന്ത് ന്യൂസുകൾ എന്ത് കേട്ടാലും ഇങ്ങനെയുള്ള കഥകൾ കേട്ടാലും നമ്മളടുത്ത് അറിയിക്കാൻ ഉള്ളൊരു മനസ്സ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ അനുവിനെക്കുറിച്ച് നല്ല കേട്ടോ, ഇനിയിപ്പോൾ അനുവിനെക്കുറിച്ചിട്ട് ഇപ്പോൾ എനിക്ക് പറയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അനുവിനെക്കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതൊന്ന് പ്രത്യേകിച്ച് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും എല്ലാവരും സപ്പോർട്ടും വേണം. അനുവിനെ സ്നേഹിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. നിസ്സാരമാക്കി മറ്റുള്ളവരുടെ ജീവിതം വെറുതെ ഒരു 10 മിനിറ്റോടെ പറഞ്ഞ് തീർക്കുക, അതിലൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അനുവാണ് ഇതൊക്കെ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അനു നമ്മുടെ കൂടെ ഉണ്ട്, കൂടെ ഇല്ലാതെ അവൾക്കും പറ്റില്ല, അവളില്ലാതെ ഞങ്ങൾക്കും പറ്റില്ല. അപ്പോൾ ഓരോ തരത്തിലും അവൾ ഓരോന്നും ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യം ഞങ്ങൾ കാണാൻ ഒരിടയും ഉണ്ടായിരുന്നില്ല. അവളെ കാണിച്ചു തന്നത് മാത്രം ഞങ്ങളത് കണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.